ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രൈഡൽ ഷവറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് നമ്മുടെ ബ്രൈഡ്സ് റൂമിൽ വന്നതിന് ശേഷം അവർക്ക് സർപ്രൈസ് ആയോ, അവരുടെ റിയാക്ഷൻസൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ദി ഗോട്ട് സർപ്രൈസ്ഡ് ആൻഡ് യുനോ പോപ്പിക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ അറിയാം, പക്ഷേ രഹന അത്ര എക്സ്പ്രസീവ് അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയും, ഈ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഒന്ന് അഭിനയിച്ചെങ്കിലും കാണിക്ക്, ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളവരെയൊക്കെ ഒരേ കളിയാക്കി. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസാണ് ആദ്യമേ പ്ലാൻ ചെയ്തത്. അപ്പം വന്ന കോസ്റ്റ്യൂമിൽ ഇവരുടെ ഒപ്പം നമ്മൾ സെയിം കോസ്റ്റ്യൂമിലിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് റീൽസ് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പൈജാമ സൂട്ടൊക്കെ ഇട്ടിട്ട് ബ്രൈഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾക്ക് കുറച്ച് ഇവരുടെ ബെഡിൽ നിന്നുള്ള കുറച്ച് ക്ലിക്സ് എടുക്കാമെന്നാണ് വിചാരിച്ച്. അങ്ങനെ അവരെ കൊണ്ട് കണ്ണാടിയൊക്കെ വെപ്പിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ വിൻഡോയുടെ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണും, നല്ല ഇരുട്ടായി. ലൈക്ക് ഒരു ടൈം ഏകദേശം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അറിയാമല്ലോ, നമ്മൾ പെൺപിള്ളേർ ഓരോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളുടെ താളം പിടിച്ച് വരുന്ന ഓഫ് കോഴ്സ് നമ്മളുടെ സമയം പോകുന്നു നമ്മളറിയില്ല. അങ്ങനെ അവരെ പല പല പോസിൽ കുറേ ബെസ്റ്റായിട്ട് അവരുടെ കുറേ ക്ലിപ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പോൾ ഇവിടെ പോപ്പി ഞങ്ങൾ ബ്രൈഡ്മെയ്ഡ്സിൻ്റെ കുറച്ച് ഞങ്ങളുടെ ഗ്രൂപ്പ് പിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നോക്കി കുറച്ച് ഐഡിയാസിൽ ഫോട്ടോസ് എടുത്ത് അവൾ തരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെയൊക്കെ സിംഗിൾ ഫോട്ടോസ് വേണമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൈക്ക് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് രണ്ടുപേരും എന്താ ഇപ്പൊ പോപ്പിയുടെ ആണ് എഴുതുന്നെങ്കിൽ മേളി പോപ്പിന്ന് എഴുതാം, രഹനന്റെ ആണെങ്കിൽ രഹനാന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത എന്തെങ്കിലുമൊക്കെ എന്നിട്ട് നമ്മുടെ ബ്രൈഡ്സിനോട് ചോദിക്കും. ഓക്കെ, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഫൺ ഗെയിമാണ്. ഇത് നിങ്ങൾക്കുള്ളത് ബ്രൈഡാണോ ഗ്രൂം ആണോ എന്നുള്ളത്. ഓക്കെ ഓക്കെ, നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഇവിടെ ബ്രൈഡ് ഉണ്ട്, കോസ്റ്റ്യൂം അയക്കാം, ടിക്ക് ചെയ്യാം. ചിലത് ഇൻസ്റ്റലിടണം കേട്ടോ, ഇൻസ്റ്റലിടണം. ഹായ്, ഞാനൊരു ഗെയിം കൊടുത്തേക്കാണ് കേട്ടോ എല്ലാവർക്കും. ബോത്തൊന്നും ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നല്ലൊരു ഫൺ ടാസ്ക് ആയിരുന്നു കേട്ടോ ഇത്. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ സ്കോർ ബോർഡൊക്കെ ഇങ്ങനെ ജസ്റ്റ് കമ്പയർ ചെയ്ത് അവർ നമ്മുടെ ബ്രൈഡ്സ് എന്തെങ്കിലും ചീറ്റിങ് ഇതിൽ കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ ഡിസ്കഷൻസൊക്കെ നടത്തി, കുറേ കളിയാക്കി. അങ്ങനെ നല്ല ഒരു ഫൺ ഗെയിമായിരുന്നു കേട്ടോ ആ സെക്ഷനിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് ഒന്ന് ജാനുവിനും പിന്നെ ഒന്ന് രഹനൻ്റെ ഫ്രണ്ടിനും ആണ് കൂടുതൽ സ്കോർ കിട്ടിയത്.
പിടിക്ക്.